അമേരിക്ക ഇറാൻ അടിച്ചു തുടങ്ങി, അഥവാ ഒരിക്കൽ കൂടി യുദ്ധത്തിൻ്റെ തുടക്കം അമേരിക്ക നടത്തിക്കഴിഞ്ഞു എന്നാണ് ലോക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പ്രകാരം ഇറാൻ അമേരിക്കയുടെ നാവികസേനാ വിഭാഗത്തെ ആക്രമിക്കുകയും വലിയ കേടുപാടുകൾ വരുത്തുകയും അതിൽ ഇറാൻ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ അമേരിക്കയുടെ കപ്പലുകളെ തകർക്കാനോ അല്ലെങ്കിൽ ഭാഗികമായി കേടുവരുത്താനോ ഞങ്ങൾക്ക് സാധിച്ചു എന്ന അവകാശവാദം ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാവി എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള എണ്ണയുടെയും ഗ്യാസിൻ്റെയൊക്കെ അവസ്ഥ. പക്ഷേ ഇന്ത്യയിൽ കരിമ്പിൻ ജ്യൂസ് വല്ലാതെ വിറ്റഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം. എന്താണെങ്കിലും ഈ ഒരർത്ഥത്തിൽ പൂർണ്ണമായി ആ ഒരു കരിമ്പിൻ ജ്യൂസ് വെച്ച് വണ്ടി ഓടിക്കാനുള്ള സംവിധാനമാണെങ്കിൽ ഹോർമുസ് അടച്ചാലും അടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ തൽക്കാലം അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ ലോകമെമ്പാട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ ചിന്തിക്കണം, ആരാണ് ഇതിലൊക്കെ പ്രശ്നക്കാർ? അപ്പോൾ കാണാൻ പറ്റും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടരാജ്യമായിട്ടുള്ള അമേരിക്ക എന്ന ക്രൂരമായ രാജ്യം, ആ രാജ്യമാണ് ഹോർമുസ് കടലിടുക്കിനെ വീണ്ടും അടപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ കമ്മ്യൂണിക്കേഷൻ ടവർ അമേരിക്ക തകർത്തു എന്ന വാർത്ത വരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കയുടെ നാവികസേനാ വിഭാഗത്തിന് നേരെ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയതോടെ അവിടെയും ഇറാൻ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ആരാണ് ജയിക്കുന്നതെന്ന് വെച്ചാൽ ഇറാനാണ് ഇവിടെയും ജയിച്ചത്. കാരണം അമേരിക്ക ലവലേശം ഉളുപ്പില്ലാത്ത, ഒരു വിവേക ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗമാണ്. ഈ സീസ് ഫയർ ലംഘനത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു അക്രമമെന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ഇറാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവരുടെ വാദം അതൊന്നുമല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കപ്പലിനെ ആക്രമിച്ചില്ലേ, അതിനു വേണ്ടിയാണ് ഞങ്ങളിത് അക്രമം. എന്നാൽ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് പോകാം. അപ്പോൾ ഇറാനുകൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ സീസ് ഫയറിൻ്റെ 14 പോയിൻറ്റ്സുകളിൽ മൂന്നാമത്തെ നാലാമത്തെയോ ഗണ്ണികയാണ് എന്ത് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കേണ്ടതും അവർക്ക് പിഴ ചുമത്തണോ അല്ല സർവീസ് ചാർജ് ഈടാക്കണോ എന്നുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കണമെന്നൊക്കെ ഈ തീരുമാനത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ താഴെയല്ല നിങ്ങൾ ഒപ്പുവെച്ചത്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും. അന്യായമായിട്ട് ഏത് കപ്പൽ വന്നാലും അവരെ തകർക്കും. അത് നേരത്തെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. അതിൽ യാതൊരുവിധ പിന്നാക്കം പോക്കും ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്നും മിണ്ടാട്ടമില്ലാതെ ചത്ത് മറന്ന മീനിനെ പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ആ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രൂഡ് ഓയിലിൻ്റെ മൊത്തം കുത്തക അവകാശം അവരുടെ കയ്യിൽ പോകണം. ഇസ്രായേലിൻ്റെ ആഗ്രഹം എന്താണ്? ഗ്രേറ്റർ ഇസ്രായേൽ നടപ്പിലാക്കണം. സത്യത്തിൽ ഇത് രണ്ടും നടക്കാതെ പോകുന്നൊരു സാഹചര്യമാണ് ലോകം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇറാൻ കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ തീർന്നു എന്ന് പ്രചരണം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ തീർന്നു എന്ന് പറയുന്നു. സത്യത്തിൽ ഇത് രണ്ടും തെറ്റാണ്. അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങൾ കണ്ടമാനുണ്ട്, അതേപോലെ ഇറാൻ്റെ കയ്യിലും ആയുധങ്ങൾ കണ്ടമാനുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം പറഞ്ഞിട്ട് മുന്നോട്ട് പോകൽ യാതൊരുവിധ കാര്യമില്ല എന്നുള്ള ബോധ്യമാണ്. എന്താണെങ്കിൽ ഈ യുദ്ധം ഒരിക്കൽ കൂടി കാഹളം മുഴക്കിയതായിട്ട് തോന്നുന്നു. പുതിയ വിവരങ്ങളുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരുക്കൂട്ടി നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്താണെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കയ്യെത്താ ദൂരത്തേക്ക് ആ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മൊത്തമായിട്ട് എല്ലാ വിഷയവും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ യുദ്ധം ഒന്നുകൂടി വരികയാണെങ്കിൽ പ്രതിസന്ധി ഒന്നുകൂടിയും ഇരട്ടിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു സപ്പോർട്ടീവ് ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.